മുതിർന്ന മാധ്യമപ്രവർത്തകൻ തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റുമായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല പുസ്തകത്തിൻ്റെ കവർ ചിത്ര പ്രകാശനം കണ്ണൂരിൽ നടന്നു. COA കോൺഫറൻസ് ഹാളിൽ മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. COA കോൺഫറൻസ് ഹാളിൽ മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ MLA പുസ്തകത്തിന്റെ കവർ പ്രകാശനം നിർവഹിച്ചു. നവാസ് മേത്തർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെയുള്ള ഒരുപാട് ആളുകളുമായിട്ടുള്ള തൻ്റെ സൗഹൃദമാണ് ഈ പുസ്തകത്തിന് നിദാനമാക്കിയിട്ടുള്ളത് എന്നാണ് കരുതുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, ചിലരെ കുറിച്ചെങ്കിലും സമൂഹത്തിനുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി അവരെല്ലാം നമ്മുടെ കൂടെ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ളവരുണ്ടൊക്കെ എത്ര ഈ സമൂഹത്തിന് ആവശ്യപ്പെട്ടവരായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരായിരുന്നു എന്നെല്ലാം ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദീപിക പത്രത്തിൻ്റെ പ്രവർത്തകനായിട്ട്, റിപ്പോർട്ടറായിട്ട് ആരംഭിച്ച നവാസ് മേത്തറുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. അതൊന്നും പറയാൻ മടിക്കേണ്ടതില്ലാത്ത ഒരു കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നവാസ് മേത്തറിന്റെ സാക്ഷ്യപ്പെടുത്തൽ കേരളത്തിന്റെ വികാസത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. എന്താണ് ഇന്നത്തെ കേരളം? കേരളത്തിൽ ജീവിക്കുമ്പോൾ ആ വ്യത്യാസം നമ്മൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ വിവിധ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കുമ്പോഴും ലോക രാഷ്ട്രങ്ങളുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാം ചരിത്രമാകെ അറിയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കേരളീയർ എത്രമാത്രം മാറ്റം ഉണ്ടാക്കിയവരാണ് എന്ന് മനസ്സിലാക്കുകയും അഭിമാനം കൊള്ളാൻ സാധിക്കുകയും ചെയ്യും. MR രജീഷ് കുമാർ അധ്യക്ഷനായി. കൈരളി ബുക്സ് ആണ് പ്രസാധകർ. കൈരളി ബുക്സ് MD O അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ഫാദർ ജോബിൻ വലിയപറമ്പിൽ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ബിജു എളക്കുഴി, കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പൊയിൽ, പ്രിജേഷ് അച്ചാണ്ടി, ലിബർട്ടി ബഷീർ, അഡ്വക്കേറ്റ് K വിശ്വൻ, പ്രിൻസ് എബ്രഹാം, സുകുമാരൻ, TK രമേഷ് കുമാർ, മമ്പറം ദിവാകരൻ, KV വിനയകുമാർ, K പ്രമോദ് എന്നിവർ സംസാരിച്ചു. നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി. ഈ താലിമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുന്നു. ആളുടെ പേരും സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. കണ്ണൂർ ജില്ലയിലെ ഒരു നഗരമധ്യത്തിൽ കൊലപാതകം നടന്നു. ആ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 പവന്റെ താലിമാല കിട്ടുന്നു. 4 നൂറ്റാണ്ട് മുമ്പാണ്. ഈ താലിമാല പോലീസ് എടുക്കുന്നു. അപ്പൊ അന്വേഷണ സംഘമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിൻസിപ്പളൊക്കെ തീപാറുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഒത്തിരി വാർത്തകളിൽ എനിക്ക് വാർത്ത തരാതിനെ പറ്റിച്ചിട്ടുള്ള ആളാണ്. ഇയാൾ പറ്റിച്ചിട്ടപ്പോൾ അതിന്റെ പുറകെ പോയിട്ട് ഇയാളെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ആ താലിമാല അവിടെ കിടന്നു. താലിമാല കിട്ടി. പോലീസുകാർ ഇതിന്റെ ഉടമയെ തേടി പോവാണ്. ഉടമയെ കിട്ടുന്നേ ഇല്ല. അപ്പൊ നമ്മൾ നിരന്തരം വാർത്ത കൊടുക്കുന്നു. ആ താലിമാല തേടി ആരും വന്നില്ല. താലിമാലയുടെ ഉടമ വന്നാൽ അവരെന്താവും? അതിനകത്ത് സാക്ഷികൾ അതുകൊണ്ട് അവർ വന്നിട്ടില്ല. ആ താലിമാല കേസിന്റെ വിചാരണ കഴിഞ്ഞു. ആ താലിമാല ഇന്ന് തൊണ്ടി മുതലായി കോടതിയുടെ ഏതെങ്കിലും ഇരുണ്ട മുറിക്കുള്ളിൽ ഇരിക്കുന്നു. ഇതിന് 5 പവനുണ്ട്. 7, 5, 30, 4 ലക്ഷം രൂപ വരെ വരും. ഇനി ആ താലിമാലയുടെ ഉടമയ്ക്ക് എന്ത് ചെയ്യാം? ആ താലിമാല തേടി വരാം. കാരണം ആ കേസ് പ്രോസിക്യൂഷൻ. പുസ്തകം ജൂൺ മാസം 2-ാം വാരം പുറത്തിറങ്ങും.